ഹലോ, അപ്പോൾ ഇത് സന്ധ്യ സമയം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് തയ്യാറാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വാതിക്കൽ വന്നിരുന്നതാണ്. മഴയൊന്നും ഇല്ലായിരുന്നു, നല്ല വെയിലായിരുന്നു. വൈകുന്നേരത്തേക്ക് തയ്യാറാക്കാൻ പോണത് ഞണ്ട് റോസ്റ്റും അതുപോലെ തന്നെ കാരി ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് വറുക്കാമെന്ന് ഓർത്തു. പിന്നെ കുട്ടികൾ രണ്ടും കൂട്ടാത്തതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി മോര് കാച്ചണം, പിന്നെ പപ്പടം വറുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് പ്ലാൻ. ഇതിനൊക്കെ എടുത്ത സാധനങ്ങളൊക്കെ പൊളിക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. ഞാനും കുട്ടികളും ഹസ്ബൻഡും മാത്രമാണ് വീട്ടിലുള്ളത്. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മാറി താമസിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാറിയൊക്കെ താമസിക്കുമ്പോൾ ശരിക്കും ഒരു ഒറ്റപ്പെടലാട്ടോ. എന്നെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ, മാറി താമസിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു, ആഗ്രഹിച്ച് തന്നെ മാറിയത്. പക്ഷെ മാറിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും അതെന്ന് വെച്ചാൽ എൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കളോ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ മാറി താമസിക്കുന്നത്. എനിക്കിവിടുത്തെ ആൾക്കാരൊന്നും വലിയ പരിചയമില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ഒറ്റപ്പെടലാണ്. കുട്ടികൾ രാവിലെ പഠിക്കാൻ പോവും, ഹസ്ബൻഡ് ജോലിക്ക് പോവും, അതും കഴിഞ്ഞ് ഞാനിവിടെ ഒറ്റയ്ക്കുള്ള ഇരിപ്പാണ്. ശരിക്കും ഭയങ്കര ബോറിങ്ങാണ്. ചില സ്ഥലത്ത് ഒരുപാട് സങ്കടം വരും, സംസാരിക്കാൻ പോലും ആരുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ സമൂഹത്തിനൊരു എന്താ പറയണ്ട ഒരു ഇതുണ്ട്. പൈസ ഉള്ളവരോട് മാത്രമാണ് എല്ലാവരും കൂടണത്, അല്ലെങ്കിൽ ക്യാഷ് ഉള്ളവരോട് മാത്രമാണ് എല്ലാവരും സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നത്. ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും വിളിക്കുകയും പറയുകയും തിരക്കൊക്കെ ചെയ്യണം പൈസ ഉള്ളവരോടാണ്. അല്ലാതെ നിൽക്കുന്നവരോട് ആരും അങ്ങനെ കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും സൂക്ഷിക്കില്ല, കാരണം അതിൻ്റെ ആവശ്യം അവർക്കില്ല. ആ ഒരിതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീടുകൾക്ക് വേലിയോ അതിർവരമ്പുകളോ ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഞാനൊക്കെ 90കളിൽ ജനിച്ചതാണ്. അപ്പോൾ എൻ്റെയൊക്കെ പ്രായത്തിലെന്ന് പറഞ്ഞാൽ വേലിക്കെട്ടുകൾ അങ്ങനെയൊന്നും അധികമായിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു വേലിക്കെട്ടാണ്, അത് നമുക്ക് മറയൊന്നുമില്ല, നമുക്ക് വേലിക്കൂടെ ഞൂണ്ടപ്പുറത്ത് പോകാം, അങ്ങനത്തെ ടൈപ്പിലായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സംസാരിക്കാനും ഇതിനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കുട്ടികളും കൂടെ പോയി കഴിയുമ്പോഴാണ് ആകെ സങ്കടമാവണത്. ഭയങ്കര ബോറിംഗ് വെച്ചാൽ ഭയങ്കര ബോറിങ്ങാണ്. പിന്നെ വീട്ടിലൊരു പട്ടിയുണ്ട്, ഒരു പൂച്ചയുണ്ട്, അതിനോടൊക്കെ കുറച്ച് പേരൊക്കെ സംസാരിച്ചിരിക്കും. എന്നാലും എത്രയെന്ന് വെച്ചാൽ അങ്ങനെയും ഫോണിൽ തോണ്ടിയൊക്കെ നമ്മൾ സമയം കളയണേ. പിന്നെ കുറേ നേരം വെറുതെ കിടക്കും. അപ്പോഴൊക്കെ ഓർക്കും ഇങ്ങനെ കിടന്നിട്ട് എന്ത് കാര്യം. പിന്നെ എഴുന്നേക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓരോ ദിവസം തള്ളി നീക്കണത്. അപ്പം ഞാൻ എന്താ ഫുഡിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇപ്പം ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കാൻ പോകണം എപ്പോഴാണെന്ന് പറയുന്നത്, നമുക്കൊരു അസുഖമൊക്കെ വരത്തില്ലേ, ആ ഒരു സമയത്ത് ശരിക്കും പെട്ടുപോകും കേട്ടോ. കുട്ടികളെ നോക്കാനും ആരും കാണില്ല, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും ആരും കാണില്ല. ആകെ ഒരു എന്താ പറയണ്ടേ. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയത്തിയും 2 പെൺമക്കളാണ്, അമ്മയ്ക്കും അച്ഛനും. അപ്പോൾ അങ്ങോട്ടേക്ക് പിള്ളേരെ ആക്കാമെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ജോലിയുണ്ട്. വലിയ ജോലിയൊന്നുമില്ല കേട്ടോ. അച്ഛന് കൂലിപ്പണിയാണ്, അമ്മയ്ക്ക് ഹരിതകർമ്മസേനയിലാണ് അമ്മ ജോലിയാണ്. അപ്പോൾ അവർക്ക് ഞങ്ങൾ 2 പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടതിൻ്റെ പ്രാരാബ്ദങ്ങളും കടങ്ങളും ഒക്കെ ഉണ്ട്. അതിനിടക്ക് ഒരു ദിവസം ജോലിക്ക് പോയാൽ അവരുടെ എല്ലാം തകിടം മറിയും. അപ്പം അങ്ങനെ ഉള്ളപ്പം ശനി ഞായറാണെങ്കിൽ കുഴപ്പമില്ല, അല്ല അവധി ദിവസങ്ങളിലാണെങ്കിലും പിള്ളേരെ അമ്മയും മറ്റും നോക്കും. അല്ലാത്തപ്പം നമ്മളായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതായത് ഞണ്ടാണ് അത് ഞാൻ റെഡിയാക്കുന്നത് കേട്ടോ. ഞണ്ടിനുള്ള സബോളയൊക്കെ ഞാനിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കണതാണ്. അതിൽ ഞാൻ ഞണ്ടങ്ങനെ റോസ്റ്റ് ചെയ്യാൻ പോണ്. ഞണ്ട് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം മീനൊക്കെ പുരട്ടി ഒന്ന് വറുത്തെടുക്കാനായിട്ട്. എനിക്ക് വലുതായിട്ട് പാചകമൊന്നും അറിയാവുന്ന കൂട്ടത്തിലല്ല കേട്ടോ. പാചകമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മോശമാണ്, അതുപോലെ തന്നെ വളരെ പുറകോട്ടുമാണ്. ചിലതൊക്കെ ഉണ്ടാക്കി ഞാൻ പോലും കഴിക്കാറില്ല, മൊത്തത്തോടെ എടുത്ത് കളയേണ്ടി വരും. പക്ഷെ ചിലതൊക്കെ ഉണ്ടാക്കി എന്തോ ഭാഗ്യവശാൽ ചിലതൊക്കെ ടേസ്റ്റി ആകാറുണ്ട്. ചിലതൊക്കെ ഒരു ആവറേജ്, ചിലതൊക്കെ ഒരു കാശിനും കൊള്ളില്ല കേട്ടോ. ഒരു കാശിനും വെച്ചാൽ ഒരു കാശിനും കൊള്ളില്ല. ഞാൻ തന്നെ ഓർക്കും ദൈവമേ എന്തിനാണ് ഞാൻ ഇത്രയും സാധനം വേസ്റ്റ് ആക്കിയെന്ന്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം മേല് കഴുകി വിളക്കൊന്ന് കത്തിക്കാൻ. ചില സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഓർക്കട്ടെ ജോലിക്കൊക്കെ പോകണമെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞ സ്റ്റാഫ് നേഴ്സാണ്. ഇപ്പോൾ ജോലിക്ക് പോവാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ നോക്കാനായിട്ട് ആരും ഇല്ല, അതാണ് മെയിൻ കാരണം. നൈറ്റ് ആൻഡ് ഡേ ഒക്കെ ഒരു പിള്ളേരുടെ കാര്യം മൊത്തത്തിൽ അവതാളത്തിലാകും. ഇളയാൾ തീരെ ചെറുതാണ്, എന്നുവെച്ചാൽ ആൾ പഠിക്കാനായിട്ട് ചേർത്തതേ ഉള്ളൂ. മൂത്താൾ വന്നിട്ട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പോൾ 2 പേർക്കും ടൈമിംഗ് ഒക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് പഠിക്കാൻ പോണതിന്. മൂത്താൾക്ക് 7:30 വണ്ടി വരും, അതുപോലെ 3:30 ക്ലാസ് കഴിഞ്ഞ് വരും. അപ്പോൾ ആ സമയത്ത്
വരേണ്ടതുകൊണ്ട് ആ 7:30 വിടണം, 3:15 വിളിക്കണം. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറ്റില്ല. അതുപോലെ തന്നെ ഇളയാൾക്കാണെങ്കിൽ 9:30 പോയാൽ മതി. 9:30 പോയിട്ട് അവന് 4 മണി വരെ ഉണ്ട്. അപ്പോൾ അവനെ ആ സമയത്താണ് അവനെ വിളിക്കാനും കൊണ്ടാക്കാനൊക്കെ പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ എൻ്റെ ഇതുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ടാവില്ല, അല്ലെങ്കിൽ എന്നേലും കഷ്ടമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ടാകും. ഇപ്പം കേൾക്കണ എല്ലാവരും പറയും കുട്ടികളെങ്കിലും ഉണ്ടല്ലോ സംസാരിക്കാൻ. ചിലർക്ക് തീരെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവരോട് എന്താ പറയണ്ട, അവരോട് നമ്മളെന്ത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്നെ സംബന്ധിച്ച് കുട്ടികളെങ്കിലും ഉണ്ട് ഇങ്ങനെ സംസാരിക്കാൻ. അത് ഇത്രയും മോക്കെല്ലാം പറഞ്ഞാൽ മനസ്സിലാവുന്ന കൂട്ടത്തിലാണ്. 6 വയസ്സ് കഴിഞ്ഞു, കേട്ടെങ്കിലും ഇരിക്കുള്ളൂ. അപ്പം എൻ്റെ ഞണ്ടുകറി റെഡിയായി കേട്ടോ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഞണ്ടുകറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ വലുതായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, അത്യാവശ്യമായിട്ട് ഉണ്ടാക്കിയാണ്. പിന്നെ അതിനൊരു മോര് കാച്ചാൻ പോവാണ്. പൊതുവേ ഞാൻ തേങ്ങ ചിരണ്ടാറില്ല, എനിക്കത് ചിരണ്ടണ വലിയ പിടുത്തമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൂളിയിട്ടാണ് അരച്ചെടുക്കുന്നത്. പക്ഷെ പെട്ടെന്ന് എനിക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ. പക്ഷെ മിക്സിക്ക് ഇനി എത്ര നാൾ ഗ്യാരണ്ടി കാണുമെന്ന് എനിക്കറിയില്ല, ബ്ലേഡ് പെട്ടെന്ന് ചീത്തയാകുമായിരിക്കും. അതിനുശേഷം മോരിനതേക്ക് പൊട്ടിച്ചിട്ട് വളരെ പെട്ടെന്നാണ് ഞാൻ താളിച്ചെടുക്കുന്നത്. അത് ആ മോരൊക്കെ താളിച്ചു എല്ലാം മാറ്റി വയ്ക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞില്ല, ഇനി മീനും വറുക്കണം, പപ്പടം വറുക്കണം. ഇത് 2 പരിപാടിയും കൂടെ ബാക്കിയുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ ഫോണിൽ പോയി കുറച്ച് സംസാരിക്കാമല്ലോ, അങ്ങനെയെങ്കിലും കുറച്ച് നേരം എനിക്ക് സംസാരിക്കണം എന്ന് ഓർത്താട്ടോ. മെയിൻ കാരണം അതാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരോട് സംസാരിക്കുന്ന ആ ഒരു ഫീലാണ് എനിക്ക് കിട്ടണം. അപ്പം നിങ്ങൾ ഓർക്കും ഹസ്ബൻഡ് സംസാരിച്ചൂടെ, ഹസ്ബൻഡ് സംസാരിക്കില്ല എന്നൊക്കെ. എന്താ പറയുക, ഹസ്ബൻഡൊക്കെ സംസാരിക്കുന്നത് വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. ഫ്രണ്ട്സിനോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ എന്തോ എന്നോടും കൂട്ടിയോടും വലിയ സംസാരമുള്ള ആളല്ല. എന്നാൽ സംസാരിക്കില്ലെങ്കിൽ സംസാരിക്കും, എന്നാലും ഓവറായിട്ട് ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. എനിക്കാണ് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയണ്ടേ, അത് ഞാൻ പണ്ട് തൊട്ടേ വീട്ടിലിങ്ങനെ അയൽക്കാരോടും അവരോടും ഇവരോടൊക്കെ സംസാരിച്ച് നടന്നുകൊണ്ടായിരിക്കാം. എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അത് പ്രത്യേകിച്ച് പരിചയമുള്ള ആൾക്കാരോടാണ് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കൊച്ചു കുശുമ്പൊക്കെ ആയിരിക്കും പറഞ്ഞത്, എന്നാൽ പൊതുവെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അങ്ങനെയെങ്കിലും സംസാരിച്ച് എനിക്ക് സമയം കളയാമല്ലോ എന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ ഇതാ എൻ്റെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയപ്പം പിന്നെ കാണാം.